ആ അങ്ങനെ ഗൈസ് എന്നിട്ട് പിന്നെ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വന്ന് നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ പിടിച്ചങ്ങ് ചിക്കൻ അങ്ങ് ഇട്ട് പ്ലേറ്റിലേക്ക്. എന്നിട്ട് കുറച്ച് ഗാർണിഷും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സ്പ്രിൻ്റൊക്കെ ചേർത്ത് നമുക്ക് ഇങ്ങനെ അടിപൊളിയാക്കാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള എല്ലാവരും കൂടെ കൂട്ടത്തിൽ ഇന്ന് അരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താണ് അപ്പുറത്ത് എന്തായി എന്നൊക്കെ നോക്കുവാണ്. അപ്പോൾ സ്പീക്കറൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് വൈബാക്കുവാണേ. അപ്പോൾ ഈ അരിഞ്ഞതൊക്കെ കാണിച്ചു തരുവാണ് ഇവൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അടുക്കളയിൽ നിന്നൊരു ചെറിയ ഡാൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് വൈനൊക്കെ കുടിച്ചു. പിന്നെ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഞങ്ങൾ ടെറസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ കുറച്ച് ഡാൻസ് കളിച്ചു. കുറച്ച് വൈബാക്കുവാണ്. കുറച്ച് എനർജി വേണ്ടേ, അപ്പോൾ ഡാൻസ് കളിക്കണുണ്ട്, അതൊക്കെ മസ്റ്റാണല്ലോ. പിന്നെ ഫുൾ ഡാൻസാണ് കേസ്. കണ്ടോ എല്ലാ പ്രാവശ്യവും ആൺപിള്ളേർ മാത്രമായിരിക്കും ന്യൂ ഇയറൊക്കെ ഇതുപോലെ ആഘോഷിക്കുന്നത്. പെൺപിള്ളേർക്ക് ആഘോഷിച്ച ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒത്തിരി ദിവസത്തെ പ്ലാനിങ് സെഷൻ ഞങ്ങൾ ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഈ റീൽസിൻ്റെ അകത്തൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ടിട്ട് സ്പ്രിൻ്റൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കുന്ന ഒന്നിനും കൊള്ളത്തില്ല. ഇത് കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ലൈവ് ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ലൈവിൻ്റെ അകത്തായിരുന്നു മൊത്തം എല്ലാം കാണിച്ചത്. നാട്ടുകാർ മൊത്തം കണ്ടിട്ടുണ്ട് സത്യത്തിൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുന്നു, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഒക്കെ കാണിച്ചു. സത്യം പറഞ്ഞാൽ ബോധമില്ല. നമ്മളൊന്നും അങ്ങനെ ആൽക്കഹോൾ അങ്ങനെയൊന്നുമില്ല, ബട്ട് കിക്കായി ഗൈസ്. ഡാൻസൊക്കെ കളിച്ചത് തന്നെ. പിന്നെ അത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മൾ 12 മണി 12:30 എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടി നിന്ന് ഫുഡ് കഴിച്ചു. അപ്പം എന്നാൽ ഫിഷ് ഫ്രൈ പൊള്ളിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. എന്തൊക്കെയാണ് എടുത്തതെന്ന് തന്നെ ബോധമില്ല. അങ്ങനെ അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമായി രാവിലെ നമ്മളെല്ലാം കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസമായി അവൾമാർ പോയി. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ ഓവറായി.